أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم بالحسنة السيئة صلى الله على نبينا ഏറ്റവും ബഹുമാനമുള്ള അധ്യക്ഷൻ മറ്റ് വേദി പുരുഷായ സംസ്ഥകളുള്ള ജമീയത്തുലമയുടെയും എൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സദാത്തുക്കൾ പണ്ഡിതന്മാരെ മറ്റു മറാക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇവിടെ കൂടിയ ബഹുമാനമുള്ള സംസ്ഥകളുള്ള ജമീയത്തുലമയെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർ മറ്റ് അതിൻ്റെ പ്രവർത്തകർ അനുഭവങ്ങൾ ബഹുമാനമുള്ളവരെ ഞാൻ ദീർഘമായി പ്രസംഗിക്കരുത്. കാരണം ഒന്ന് ആളുകളൊക്കെ അധികം ആളുകൾ വെയിലത്ത് നിന്നുകൊണ്ട് വെയിലുകൊണ്ടാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മഹാനാവുന്ന മുആദ് ബിൻ ജബൽ തങ്ങളോട് പറഞ്ഞ ഒരു വാക്കാണ് ഓർമ്മ. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ നിസ്കരിക്കാൻ സമയത്ത് ഒരു കർഷകൻ വന്ന് മുമ്പിൽ തുറന്നു. മുമ്പിൽ വലിയ സുഹൃത്തൊക്കെ ഓതി നിസ്കരിച്ചപ്പെടും. ഈ കർഷകൻ റസൂലുള്ളാഹിനോട് പോയി പരാതി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, മുആദ്, ജനങ്ങളെ നീ പ്രയാസപ്പെടുത്തുന്നുണ്ടോ മുആദ്? അപ്പം എന്നതുപോലെ നമുക്ക് ഒരുമിച്ച് പോയി നിൽക്കുന്നുണ്ട്. എല്ലാവരും സമസ്തകളുടെ ജമീയത്തുലമയോടുള്ള ആ ആദരവും ബഹുമാനമൊക്കെയാണ് ഞങ്ങളവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ വെയിൽ കൊണ്ടുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെയിലുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിലുണ്ടാവുമ്പോൾ നിങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം പറഞ്ഞ് അവസാനിക്കും. അതിൻ്റെ എല്ലാം പുറമെ ഒരു പത്രസമ്മേളനത്തിന് അവിടെ ആളെ വിളിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പത്രസമ്മേളനം വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ അടിയിൽ അതെല്ലാം കൂടി നടക്കൂല. അവർ പറഞ്ഞു സമ്മേളനം ഒന്ന് അവസാനിക്കേണ്ട ഒരു പത്രസമ്മേളനം നടത്തുകയെന്ന് എനിക്ക് വിളിച്ചുകൊണ്ട് അതിന് അവരോടൊന്ന് കാത്തിരിക്കണം പത്രത്തിൻ്റെ ആളുകളോട്. അപ്പോൾ ഇവിടെ കൂടി എല്ലാവരോടും പറയാനുള്ളത് ലൈൻ ശക്കർത്തും അസീലൻ നിൽക്കുന്നതാണ്. നമ്മളെ സമ്മേളനത്തിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ സന്ദേശയാത്ര അത് വളരെ വിജയമാണ്, വൻ വിജയമാണ്. സമസ്തകളുടെ ജമീയത്തുലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ ജനങ്ങളിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കാനാണ് നമ്മൾ ഈ സന്ദേശയാത്ര ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം നമ്മുടെ ഈ സമ്മേളനത്തിനെ സംബന്ധിച്ചുള്ള വിവരം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് സന്ദേശയാത്ര. അപ്പോൾ അത് അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തപ്പെട്ട ഈ സമ്മേളനം പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഈ സന്ദേശയാത്രയും വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമസ്തകളുടെ ജമീയത്തുലമയെ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും അതിനെ ഉൾക്കൊണ്ടു, എല്ലാ ജനങ്ങളും അതിനെ അംഗീകരിച്ചു. അതിൻ്റെ ഒരു പ്രകടനമാണ് കന്യാകുമാരി മുതൽ ഇന്ന് കാസർഗോഡ് വരെ കാണപ്പെട്ടത്. എല്ലാ സ്ഥലത്തും ജനങ്ങൾ സാഗരം പോലെ തിങ്ങി നിറഞ്ഞു. വഴികളിൽ നിന്നൊക്കെ സമസ്തകളുടെ ജമീയത്തുലമയോടുള്ളതായ ആ സന്തോഷവും ആ ആദരവും ബഹുമാനമൊക്കെ പ്രകടമാക്കിക്കൊണ്ടുള്ള അവരുടെ പിന്തുണ പ്രഖ്യാപിക്കലും അതോടൊപ്പം ഇതുപോലെ സന്ദേശയാത്ര നമ്മുടെ സ്വീകരണ യോഗത്തിൽ സമസ്തകളുടെ ജമീയത്തുലമയുടെ നേതാക്കന്മാരെയും മറ്റൊക്കെ വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടൊക്കെ കൂടി ആദരിച്ചു കൊണ്ടുവരുന്നതൊക്കെ കാണുമ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നാണ്. നമുക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല. ലൈൻ ശക്കർത്തും അസീലൻ നിൽക്കുന്ന അപ്പോൾ എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നൊരു നിഅമത്താണത്. ഈ നിഅമത്തിനോട് നമ്മൾ ശുക്റുള്ളവരാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്ന് പറയുന്നത് എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് അതിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. ഖാലിഖുന്നാസ ബിഅഅമാലിഹിം വസായിലുഹും ബിൽഖുലൂബ്. അതായത് ജനങ്ങളോട് നിങ്ങൾ ഇടപെടേണ്ടത്
ഖാലിഖൂഹും ബി ഇഹ്സാനിൽ അമലി മഅഹും. ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി മുആദിനോട് പറഞ്ഞല്ലോ. അപ്പം എന്നതുപോലെ നമ്മളിൽ നിന്നൊരു പ്രയാസം ആർക്കും ഉണ്ടാവാൻ പാടില്ല. ആ നിലക്കുള്ള അമലുകളാവണം, ആ നിലക്കുള്ള പെരുമാറ്റങ്ങളാവണം, ആ നിലക്കുള്ള സമീപനങ്ങളാവണം നമ്മൾ ജനങ്ങളോട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഒന്ന് ഖുലൂബ്, അതായത് നിങ്ങൾക്കുള്ള ഹൃദയങ്ങളെ കൊണ്ട് ജനങ്ങൾ പല ജാതി ആളുകളായി അവരെ വിട്ടാളിയും അവർക്കുള്ളതായ സ്വഭാവത്തിലേക്ക് വിട്ടാളിയും എന്ന് പറഞ്ഞാൽ അവർ നന്മ ചെയ്യണവരാണെങ്കിൽ ഇർത്തവാഹും അത് നിങ്ങൾ അംഗീകരിക്കുക, അത് നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യാം. അപ്പൊ ഇത് നേരെ മറിച്ചോ വൈകാലും ശരീരീൻ അവർ മോശക്കാരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക, അവർക്കുള്ളതായ